Okay, dear students, this is the third part of the story Peppermint Agari by Kelly. So I think you might have understood the previous classes very well. Anyway, if you have any doubt, please ask me without fail. Let's go to the third part of the story. നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് സ്റ്റോറികളിൽ നിന്ന് പിന്നെ ഇതിൻ്റെ കഥ മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് പോകുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റു ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക. ഇപ്പോൾ കുട്ടി അമ്മയെ നോക്കുന്നു. അമ്മയെക്കുറിച്ചുള്ള കുട്ടിയുടെ ധാരണ വളരെ മെലിഞ്ഞ സ്ത്രീയാണ്. ആ മെലിഞ്ഞ സ്ത്രീയിൽ ഞാനങ്ങനെ ഉണ്ടായി എന്നുള്ള സംശയത്തിൽ കുട്ടി നിൽക്കുന്നു. പിന്നീട് ഈ ചിത്രം കാണുന്നത് നമ്മൾ ഡാഡ് ആൻഡ് സ്റ്റുഡ് one of each side of mom lying on the hospital bed. She was not even 40, but she looked much older. ഇപ്പോൾ കുട്ടി കാണുന്നത് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയുടെ അടുത്ത് കുട്ടി നിൽക്കുകയാണ്. അമ്മയും അമ്മയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയും അച്ഛനും നിൽക്കുകയാണ്. 40 വയസ്സേ അമ്മക്കായിട്ടുള്ളൂ, അവൾ അതേക്കാൾ പ്രായം കൂടുതലുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നു. For years she had refused to go to the doctor for the pain inside her that she said was not big deal. By the time an ambulance finally carried her in, the cancer had spread far beyond the limits of surgery. കുട്ടി പറയുന്നത് കുറേ മുമ്പേ അമ്മക്ക് വയറ്റിൽ പിന്നെ വേദന ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര വലിയ കാര്യമാക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ഇത് കണ്ടെത്തിയപ്പോഴേക്ക് സർജറി ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആ ക്യാൻസർ ബാധിച്ചിരുന്നു എന്ന് കുട്ടി പറയാണ്. My mind was not in the room. It was the middle of the on-campus recruiting season and I was focused on resumes, transcripts and strategically constructed interview schedules. I schemed about how to lie to the corporate recruiters most effectively so that they would offer to buy me. I understood intellectually that it was terrible to think about this while your mother was dying, but that understanding did not mean I could change how I felt. അപ്പോൾ അമ്മ ഇങ്ങനെ കിടക്കുമ്പോഴും കുട്ടിയുടെ ചിന്ത ക്യാമ്പസ് റിക്രൂട്ടിങ്ങിനെ കുറിച്ചാണ്. ആ സമയമാണ് ക്യാമ്പസ് റിക്രൂട്ടിങ് നടക്കുന്നത്. എങ്ങനെ എനിക്കൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി സമ്പാദിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ നുണ ഞാൻ പറയണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് കുട്ടിയുടെ ചിന്ത വരുന്നത്. പക്ഷേ അപ്പോഴും അമ്മ ഇങ്ങനെ കിടക്കുമ്പോഴും അത്തരം ചിന്ത നല്ലതല്ലെന്ന് കുട്ടിക്ക് തോന്നുന്നുവെങ്കിലും അവൻ്റെ മനസ്സാക്ഷിയോട് യോജിക്കാത്ത ആ ക്വസ്റ്റ്യൻ അപ്പോഴും അവൻ അവശേഷിച്ചു. അതായത് എങ്ങനെയെങ്കിലും ജോലി ലഭിക്കുക, അമ്മയെ കാര്യമായിട്ട് പരിഗണിക്കാതെ ഇവിടെ നിന്നെങ്കിലും പോയിട്ട് ജോലി കിട്ടുക എന്നുള്ളതാണ് കുട്ടിയുടെ ചിന്ത. She was conscious. Dad held her left hand with both of his own. He leaned down to kiss her forehead. He seemed weak and old in a way that startled me. I realized that I knew almost as little about Dad as I did about Mom. അപ്പോൾ കുട്ടി അവിടെ നിൽക്കുമ്പോൾ അച്ഛനവിടെ നിൽക്കുന്നുണ്ട്. അവൾ കോൺഷ്യസ് ആണ്, ബോധമുള്ള അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ അച്ഛൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. എന്നിട്ട് പക്ഷെ അച്ഛനും വളരെ വീക്കായി തോന്നി. കാരണം ഈ അമ്മയുടെ രോഗാവസ്ഥ അച്ഛനെ എന്തായിട്ടുണ്ട്, ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ Dad, I said, Mom smiled at him. I am fine. She turned to me, still smiling. I know you have to go back to school. Her voice was very weak and it was difficult to hear her over the hum of the machines hooked up to her. Go, don't worry about me. This is not a big deal. Just do well in school. അപ്പോൾ അമ്മനോട് എൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് പറഞ്ഞു ഐ ആം ഫൈൻ അല്ലേ. എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഐ ആം ഫൈൻ. എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഗോ ടു സ്കൂൾ അല്ലേ, നീ തിരിച്ച് സ്കൂളിലേക്ക് പോകണം. അതായത് കുട്ടി മറ്റു സ്റ്റേറ്റിലാണ് അവൻ്റെ പഠനങ്ങളൊക്കെ, അപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് കുട്ടിയോട് പറയണം അമ്മ അല്ല. ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നീ സ്കൂളിൽ പോവുക, പഠിക്കുക എന്ന് അമ്മ കുട്ടിയോട് പറയണം. I reached out to touch her hand because I thought that was what I was supposed to do. I was relieved. I was already thinking about the flight back and the bright California sunshine. അവളെ കൈപിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, അങ്ങോട്ടെത്തി അല്ലേ. അങ്ങനെ അപ്പോഴും എൻ്റെ അമ്മയെ കൈപിടിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ ചേർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ചിന്ത എങ്ങനെയെങ്കിലും കാലിഫോർണിയ, അതായത് സ്കൂളിലേക്ക് എത്തണമെന്നുള്ളതാണ്. അവിടെ പോയിട്ട് വേണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, മറ്റൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ലഭ്യമാക്കാൻ, എന്നൊക്കെയാണ് കുട്ടിയുടെ ചിന്ത. ഷീ വിസ്പേർഡ് സംതിങ് ടു ഡാഡ്. ഷീ നോഡഡ് ആൻഡ് ലെഫ്റ്റ് ദ റൂം. അങ്ങനെ എൻ്റെ കൈപിടിച്ച് ഞാൻ അമ്മയുടെ കൈപിടിച്ച് നിൽക്കുന്ന സമയത്താണ് അമ്മ അച്ഛൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചത്, വിസ്പേർഡ്. അത് കേട്ട് അച്ഛൻ തലവലിക്ക് പുറത്തേക്ക് പോയി. ജാക്ക്. നേരെ അച്ഛൻ പോയ സമയത്ത് കുട്ടിയുടെ അടുത്തേക്ക് തിരിയാണ് അമ്മ. എന്നിട്ട് അമ്മ കുട്ടിയെ വിളിക്കുന്നു ജാക്ക്. ഈഫ്. ഷി വാസ് കോട്ട് അപ്പ് ഇൻ ദ ഫിറ്റ് ഓഫ് കഫിങ് ആൻഡ് കുഡ് നോട്ട് സ്പീക്ക് ഫോർ സം ടൈം. ഈഫ് ജാക്ക് ഈഫ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മ ചുമക്കാണ്. അപ്പോൾ സംസാരം കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇഫ് ഐ ഡോണ്ട് മേക്ക് ഇറ്റ്. എന്നിട്ട് അമ്മ പറഞ്ഞു ഞാനത് എനിക്ക് സാധ്യമല്ലെങ്കിൽ അല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഡോണ്ട് ബി ടു സാഡ് ആൻഡ് ഹേർട്ട് യുവർ ഹെൽത്ത്.
focus on your life. Just keep that box you have in the attic with you, and every year that King Ming, just take it out and think about me. I will be with you always. അഥവാ എനിക്കിത് അതിജീവിക്കാൻ സാധ്യമായില്ലെങ്കിൽ, ഈ രോഗത്തിൽ നിന്ന് എനിക്ക് അതിജീവനം സാധ്യമായില്ലെങ്കിൽ, നീ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ അവസ്ഥ മോശമാക്കരുത്, ശരീരം മോശമാക്കരുത്, ആരോഗ്യം മോശമാക്കരുത്. നിനക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ആറ്റിക്കിലേക്ക് നീ വലിച്ചെറിഞ്ഞ ആ പാവകളുണ്ടല്ലോ, ഞാൻ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പാവകളെ എല്ലാ വർഷവും അവൻ നീ പുറത്തെടുക്കണം. ഏത് സമയത്ത് പുറത്തെടുക്കേണ്ടത്? അറ്റ് കിങ്മിങ്. കിങ്മിങ് എന്ന് പറഞ്ഞാൽ ചൈനയിലെ ആളുകൾ അവരുടെ മരണവാർഷികത്തിൻ്റെ ആ ദിവസത്തിനാണ് എന്ത് പറയാറുള്ളത്? കിങ്മിങ്. അപ്പോൾ എൻ്റെ കിങ്മിങ് വരുമ്പോൾ നീ എന്ത് ചെയ്യണം? അത് പുറത്തെടുക്കണം, അല്ലേ? എന്നിട്ട് ഇതിനെക്കുറിച്ച് നീ ചിന്തിക്കണം. അപ്പോൾ നിനക്ക് എൻ്റെ സാന്നിധ്യം നിൻ്റെ അടുത്തുണ്ടാകും, നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സാന്നിധ്യം നിനക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ആ കിങ്മിങ്ങിൻ്റെ ദിവസത്തിലേക്ക് എന്ത് ചെയ്യാം? ഞാൻ ഉണ്ടാക്കിയ ആ പേപ്പർ ടോയ്സിനെ നീ പുറത്തെടുത്ത് വെച്ചാൽ മതി എന്ന് അമ്മ പറയാണ്. Qingming was the Chinese festival for the dead. When I was very young, Mom used to write letters on Qingming to her dead parents back in China, telling them the good news about the past year of her life in America. She would read the letter out loud to me, and if I made a comment about something, she would write it down in the letter too. അങ്ങനെ കുട്ടി ഓർത്തെടുക്കണം ആ സമയത്ത്. അമ്മ എല്ലാ വർഷവും തൻ്റെ അച്ഛനമ്മ മരിച്ച ദിവസങ്ങളിൽ, കിങ്മിങ് ദിവസങ്ങളിൽ അമ്മ അവർക്ക് കത്തെഴുതുമായിരുന്നു. മരിച്ചുപോയവർക്കുള്ള കത്താണ്. ആ കത്തെഴുതുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ എൻ്റെ കമൻറ്റും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കത്ത് അവർ മരിച്ചുപോയ അച്ഛനമ്മമാർക്ക് വേണ്ടി എഴുതുമായിരുന്നു. അമേരിക്കൻ ലൈഫിനെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കത്താണ് അമ്മ എഴുതിയിരുന്നത്. Then she would fold the letter into a paper crane and release it facing west. We would then watch as the crane flapped its crisp wings on its long journey west towards the Pacific, towards China, towards the graves of Mom's family. എന്നിട്ട് ഈ എഴുതിയ കത്തിനെ ഒരു ഈ പേപ്പറിൽ എന്താക്കും മാറ്റും? ഒരു ക്രെയിൻ, ഒരു കൊക്കിനെ പോലെ അത് മാറ്റിയിട്ട് അതിനെ എന്ത് ചെയ്യും? പടിഞ്ഞാറോട്ട് പിടിച്ചിട്ടത് അമ്മ ഊതിവിടും. അങ്ങനെ അത് കാറ്റിലിങ്ങനെ പറന്നു പോകുന്ന കാഴ്ച കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ അത് പസഫിക് സമുദ്രവും കടന്ന് ചൈന വൻമുതലും കടന്ന് അങ്ങനെ ആ മരിച്ചുപോയ അമ്മയുടെ ഫാമിലിയുടെ അടുത്തേക്ക്, അവരുടെ കുഴിമാടത്തിലേക്ക് ഈ കത്തുകൾ ചെന്നെത്തുമെന്നാണ് അമ്മയുടെ വിശ്വാസം. It had been many years since I last did that with her. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആ കാഴ്ച കാണാറില്ല. കാരണം ഞാൻ അമ്മയിൽ നിന്ന് വിദൂര സ്ഥലത്തായതുകൊണ്ട് ആ കാഴ്ച ഞാൻ കുറേ വർഷമായിട്ട് കണ്ടിട്ടില്ല. I don't know anything about the Chinese calendar. I said just trust mom. പക്ഷേ ചൈനീസ് കലണ്ടറെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു just trust, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ അമ്മേ എന്ന് അമ്മയോട് പറഞ്ഞു. Just keep the box with you and open it once in a while. Just open. She began to cough again. അപ്പോഴും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് ആ ബോക്സിനെ എടുക്കണം, അല്ലേ, ഒരിക്കലെങ്കിലും നീ തുറക്കണം. എന്നിട്ട് അത് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോഴും വീണ്ടും ചുമച്ചു. ഇറ്റ്സ് ഓക്കെ മോം, ഐ സ്ട്രോക്ക്ഡ് ഹർ ആം awkwardly. അങ്ങനെ അവളെ കൈ പിടിച്ച് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഹൈസി മാമ ഐനി ഹി കഫ് ടു ഓ അഗെയിൻ സൺ മോം ലവ്സ് യു, അല്ലേ. അപ്പോഴും അമ്മ പറഞ്ഞത് അവസാനം പറയുന്നത് എന്താണ്? ഹൈസേ മാമ ഐനി ലവ് എന്നുള്ള വാക്കാണ്. ഞാൻ എന്നെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട് മോനെ എന്നുള്ളതാണ്. An image from years ago flashed into my memory. Mom saying "Hey," then putting her hand over her heart. അല്ലേ. അപ്പോഴും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവം മിന്നിമറിയാണ് കുട്ടിയുടെ മനസ്സിൽ. എന്താണ്? അമ്മ എപ്പോഴും ഐ എന്ന് പറയുകയും അവളുടെ ഹൃദയത്തിൽ കൈവെക്കുകയും ചെയ്യാറുണ്ട്. ഓൾ റൈറ്റ് മോം, സ്റ്റോപ്പ് ടോക്കിംഗ്. അപ്പോൾ ആ കുട്ടി കൂടുതൽ സംസാരിക്കരുത് അമ്മയോട് പറയാണ്. ഡാഡ് കെയിം ബാക്ക് ആൻഡ് സെഡ് ദാറ്റ് ഐ need to get to the airport early because I don't want to miss my flight. അപ്പോൾ അച്ഛൻ തിരിച്ചു വന്നു അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഫ്ലൈറ്റ് മിസ്സാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യില്ല, ഫ്ലൈറ്റ് മിസ്സാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, തിരിച്ചു പോകണമെന്ന് അച്ഛനോട് പറയണം. ഷീ ഡൈഡ് വെൻ മൈ പ്ലെയിൻ വാസ് സംവെയർ ഓവർ നവേഡ. അങ്ങനെ അവൾ മരിച്ചു, അല്ലേ. ഞാനങ്ങനെ നവേഡ തിരിച്ചു പോകുന്ന വഴിയിൽ ഞാൻ പിന്നെ കേട്ടതെന്നാണ് അമ്മയുടെ മരണമാണ്, അമ്മ മരിച്ചു എന്നുള്ള. ഡാഡ് ഏജ് റാപ്പിഡ്ലി ആഫ്റ്റർ മോം ഡൈഡ്. അച്ഛനെന്താണ്, അമ്മ മരിച്ചതിന് ശേഷം അച്ഛന് പെട്ടെന്ന് വയസ്സാൻ തുടങ്ങി. ദ ഹൗസ് വാസ് ടു ബിഗ് for him and had to be sold. My girlfriend Susan and went to help him pack and clean the place. അങ്ങനെ ഈ വീട്, വലിയ വീട്, കാരണം ഞാൻ ആ വീട്ടിലില്ല, അമ്മ മരിച്ചു പോയി. പിന്നെ അച്ഛന് തന്നെ ആ വീട് വലിയൊരു ഭാരമായി തോന്നുന്നതാണ്, വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള സൂസൻ ഞാനും ഒരു ദിവസം അച്ഛനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. Pack and clean the place. Susan found the shoebox in the attic. The paper menagerie hidden in the non-insulated darkness of the attic for so long had become brittle, and the bright wrapping paper patterns had faded.
ഇപ്പോൾ പിന്നീട് ഞാനങ്ങനെ പോയ സമയത്ത്, അങ്ങനെ അവിടെ എത്തിയ സമയത്താണ്, ഞാനും സൂസനും അവിടെ എത്തുന്ന സമയത്ത് ആറ്റിക്കിൽ ഞാൻ ഷൂ ബോക്സിൽ കെട്ടിവെച്ചിരുന്ന, ഭദ്രമായി അടുക്കി വെച്ചിരുന്ന ആ കളിപ്പാട്ടങ്ങളെ സൂസൻ കണ്ടു, അല്ലേ? അവ ഏകദേശമൊക്കെ മങ്ങിപ്പോയിരുന്നു, നശിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു. ഐ ഹാവ് നെവർ സീൻ ഒറിഗാമി ലൈക്ക് ദിസ്, സൂസൻ സെഡ്. യുവർ മം വാസ് ആൻ അമേസിങ് ആർട്ടിസ്റ്റ്. അപ്പോൾ സൂസൻ പറയുകയാണ്, ഇത്രയും നല്ലൊരു ഒറിഗാമിയെ, പേപ്പർ വർക്കിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലേ? നിങ്ങളുടെ അമ്മ, താങ്കളുടെ അമ്മ ഒരു വലിയ ആർട്ടിസ്റ്റായെന്ന് എനിക്ക് തോന്നുന്നു. The paper animals did not move. Perhaps whatever magic had animated them stopped when mom died. Or perhaps I had only imagined that these paper constructions were once alive. The memory of children could not be trusted. അപ്പോൾ ഈ കുട്ടി പറയാണ്, പക്ഷേ ഇപ്പോൾ അനിമൽസിനെ പുറത്തെടുത്തപ്പോൾ അവൊന്നും ചലിക്കുന്നില്ല, അല്ലേ? ഒരുപക്ഷെ അമ്മയുടെ മരണശേഷം അവ ചലിക്കാതെ ആയതാണോ, അതോ ചെറുപ്പത്തിൽ എനിക്കൊരു ഇമാജിനേഷൻ മാത്രമായിരുന്നു അത്? കാരണം കുട്ടിയാകുമ്പോൾ ഒരുപാട് ഇമാജിനേഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് ചലിച്ചിരുന്നു എന്നുള്ളത് അന്നൊരു ഇമാജിനേഷൻ മാത്രമായിരുന്നു എന്ന് കുട്ടിക്ക് തന്നെ ഇപ്പോൾ സംശയമാണ്. അപ്പോൾ കുട്ടികളുടെ ഇമാജിനേഷൻ ഒരിക്കലും, മെമ്മറിയെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് കുട്ടി പറയാണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് വീക്കെൻഡ് ഇൻ ഏപ്രിൽ, 2 years after mom's death. Susan was out of town. One of her endless trips as a management consultant, and I was home lazily flipping through the TV channels. അങ്ങനെ 2 വർഷം കഴിഞ്ഞു, അമ്മയുടെ മരണശേഷം 2 വർഷം കഴിഞ്ഞു, ഏപ്രിൽ ഒരാഴ്ചയിൽ. അങ്ങനെ സൂസൻ എന്ത് ചെയ്യാണ്, ഒരു ട്രിപ്പ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നതാണ്. അങ്ങനെ ഞാൻ TV ചാനലിൽ ഇങ്ങനെ സൂസൻ എവിടെയാണ്, ടൗണിൽ പോയതാണ്, 11 of endless trips as management consultant. ഞാൻ വീട്ടിലൊറ്റക്കാണ്, TV ചാനൽ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. I paused at a documentary about sharks. Suddenly I saw in my aunt mom's hands as they folded and unfolded tinfoil to make shark for me while and I watched. അപ്പോഴാണ് ഞാൻ ഡോക്യുമെൻ്ററി ഇങ്ങനെ കാണുന്ന സമയത്ത് ഷാർക്കിനെ കണ്ടു. എൻ്റെ ഓർമ്മകൾ അമ്മയുടെ ആ പഴയ എനിക്കുണ്ടാക്കി തന്ന ഷാർക്കിനെ കുറിച്ചായി, അല്ലേ? അമ്മ ഷാർക്കിന് വേണ്ടി മടക്കുന്നതും നിവർത്തുന്നതും ഞാനും ഇങ്ങനെ ലാഹവും വാച്ച് ചെയ്യുന്നതൊക്കെ കുട്ടിയുടെ ഓർമ്മയിലേക്ക് വരികയാണ്. I looked up and saw that bale of wrapping paper and torn tape was on the floor next to the bookshelf. I walked out to pick up it up for the trash. I looked up and saw that ball wrapping paper. ഞാനിങ്ങനെ കണ്ട കാഴ്ചയാണ്. എന്താണ്? റാപ്പിംഗ് പേപ്പർ, പൊതിഞ്ഞ പേപ്പർ എന്താണ്, ഫ്ലോറിൽ കിടക്കുന്ന ബുക്ക് ഷെൽഫിൻ്റെ അടുത്തായിട്ട്. The ball of paper shifted, unfurled itself, and I saw that it was love, who I hadn't thought about in a very long time. Rose, mom must have put him back together after I have given up. അപ്പോൾ അവിടെ എടുക്കാൻ ചെല്ലുമ്പോൾ എന്ത് കാണുന്നുണ്ട്, കുട്ടി ലാഹുവിനെ കണ്ടു. കുറേ കാലമായിട്ട് ലാഹുവിനെ കണ്ടിട്ടില്ല, ടൈഗറിനെ കണ്ടിട്ടില്ല. അത് ആ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ അവൻ ആലോചിക്കണം. എന്താണ്, ഒരുപക്ഷെ അവൻ പറയുന്നത്, ഞാൻ പോയ ശേഷം അമ്മ എടുത്ത് അവനെ അങ്ങോട്ട് വെച്ചതായിരിക്കാം, അല്ല ഞാൻ ഒഴിവാക്കിയ ശേഷം ഒരുപക്ഷെ അമ്മയായിരിക്കും അവനെ നോക്കിയിരുന്നത്. He was smaller than I remembered. Or maybe it was just that back then my fists were smaller. അപ്പോൾ കുട്ടി പറയണം, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവനെ കാണുമ്പോൾ കുറേ ചെറുതായി തോന്നുന്നു. ഒരുപക്ഷെ ഞാനന്ന് ചെറിയ കുട്ടിയായതുകൊണ്ട് എൻ്റെ കൈപ്പിടിയിൽ എൻ്റെ കൈ ചെറുതായതുകൊണ്ട് അവൻ വലുതായി തോന്നിയതായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവനിതായിട്ട് എൻ്റെ ഈ കൈക്കുള്ളിൽ അവൻ എന്താണ് ചെറുതായി തോന്നുന്നത്. Susan had put the paper animals around our apartment as decoration. She probably left love in hidden corner because he looked so shabby. പലപ്പോഴും മറ്റുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു അലങ്കാരത്തിന് വേണ്ടി സൂസനോട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ലാഹുവിന് മാത്രം അങ്ങനെ ഷോക്ക് വെച്ചിട്ടില്ല. ഒരു പക്ഷേ അവന് അത്ര മുഷിഞ്ഞു പോയതുകൊണ്ടായിരിക്കാം. I sat down on the floor and reached out a finger. Lao's tail twitched and he pounced playfully. I laughed. Stroking his back, Lao purred under my hand. ഞാനങ്ങനെ അവൻ്റെ അടുത്ത് പോയിരുന്നു. അവൻ്റെ ശരീരത്തിൽ എൻ്റെ കൈ ഇങ്ങനെ പതുക്കെ വെച്ചപ്പോൾ അവൻ്റെ വാലൊന്ന് ഇളകിയതായിട്ട് എനിക്ക് തോന്നണം. എന്നിട്ട് ലാഫ്ഡ്, ഞാൻ ചിരിച്ചു, അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ ഇളകാണ് ലാഹോ. പേർഡ്. How have you been all buddy? Lao stopped playing. He got up, jumped with flying grace into my lap and proceeded to unfold himself. അങ്ങനെ ഞാനങ്ങനെ വെച്ച സമയത്ത് അവൻ എൻ്റെ മടിയിലേക്ക് ഓടിച്ചാടുകയാണ്, അല്ലേ? ഓടി എന്നിട്ട് എൻ്റെ മടിയിലേക്ക് ചാടി. എന്നിട്ട് അവൻ പതുക്കെ അവനെ കൊണ്ട് പൊതിഞ്ഞ പേപ്പർ അവൻ പതുക്കെ അൺഫോൾഡ് ചെയ്യണം. അവൻ തന്നെ പിന്നെ ടൈഗർ അല്ലാതെയായി മാറുകയാണ് കുട്ടിയുടെ മടിയിൽ വന്നിട്ട്. മൈ ലൈഫ് വാസ് എ സ്ക്വയർ ഓഫ് ക്രീസ്ഡ് റാക്കിംഗ് പേപ്പർ, ദ പ്ലെയിൻ സൈഡ് അപ്പ്. അപ്പോൾ എൻ്റെ മടിയിൽ പിന്നെ അവൻ നിവർന്ന് കിടന്നപ്പോൾ എന്തായി പോയി, ആ അമ്മ ഉണ്ടാക്കിയ ആ ഫോൾഡൊക്കെ മടക്കി ആ നിവർത്തി അവൻ തന്നെ സ്വയം നിവർന്ന് നിന്നപ്പോൾ അതൊരു പേപ്പർ കഷ്ണമായി എൻ്റെ മടിയിൽ നിന്നും. ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് ഡെൻസ് ചൈനീസ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അത് വെറും ഒരു പേപ്പറായിരുന്നില്ല, എന്തോ എഴുതി വെച്ചൊരു പേപ്പറാണ് ആ ടൈഗർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അമ്മ എന്തോ എഴുതിയിട്ടുണ്ടായി, ചൈനീസ് ഭാഷയിലാണ്. ഐ ഹാഡ് നെവർ ലേൺ ടു റീഡ് ചൈനീസ്. പക്ഷേ സംസാരിക്കാൻ അറിയുമെന്നല്ലാതെ എനിക്ക് ചൈനീസ് വായിക്കാൻ അറിയുമായിരുന്നില്ല. ബട്ട് ഐ ന്യൂ ദ ക്യാരക്ടേഴ്സ് ഫോർ സം.
പക്ഷെ ഒന്നെനിക്ക് മനസ്സിലായി, അത് എനിക്ക് വേണ്ടി എഴുതിയതാണ് എന്ന് എനിക്കത് മനസ്സിലായി. ആൻഡ് ദേ വർ അറ്റ് ദ ടോപ്പ് വാട്ട് യു വുഡ് എക്സ്പെക്ട് ദം, എ ലെറ്റർ അഡ്രസ്ഡ് ടു യു റിട്ടൺ ഇൻ മോംസ് അക്വാർ ചൈൽഡിഷ് ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇവിടെ ഇനി ദ ക്യാരക്ടേഴ്സ് ഫോർ സൺ, ഈ മകന് വേണ്ടിയാണ് ഓരോ ക്യാരക്ടേഴ്സും, അതിലുള്ള ഓരോ അക്ഷരങ്ങളും അതിലുള്ള ഓരോ ലിപികളും എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് വായിക്കാൻ പക്ഷേ ശ്രമം എന്താണ്, എനിക്കറിയാത്തത് കൊണ്ട് ആ ശ്രമം ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഐ വെൻറ്റ് ടു ദ കമ്പ്യൂട്ടർ ടു ചെക്ക് ദ ഇൻ്റർനെറ്റ് ടുഡേ വാസ് കിങ്മിങ്. അങ്ങനെ ഞാൻ ഇൻ്റർനെറ്റ് ചെക്ക് ചെയ്യാണ്. കുട്ടി ഇൻ്റർനെറ്റിലാണ് ചെക്ക് ചെയ്യുന്നത് ഏതാ ദിവസം. അപ്പോൾ കിങ്മിങ് ദിവസമാണ് അല്ലേ, കിങ്മിങ് ദിവസമാണ്. ചൈനീസ് കലണ്ടർ പ്രകാരം വന്ന് കിങ്മിങ് ദിവസമാണ്. I took the letter with me downtown, where I knew the Chinese tour buses stopped. I stopped every tourist asking, "Ni hui do zongmenma? Can you read Chinese?" I had spoken Chinese in so long that I was not sure if they understood. അപ്പോൾ കുട്ടി പറയാണ്, കുറേ വർഷമായിട്ട് ഞാൻ ചൈനീസ് ഭാഷ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ തന്നെയാണ് ചോദിക്കുക. അപ്പോൾ കുട്ടി പുറത്ത് പോയിട്ട് ഇതെന്താണ് അമ്മ എഴുതി വെച്ചെന്ന് വായിക്കാൻ വേണ്ടി കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് പുറത്ത് പോയിട്ട് ചൈനീസ് ടൂറിസ്റ്റുകൾ വരുന്ന ബസ് തടയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, പല ആളുകളോടും ചൈനീസിലാണ് ചോദിക്കുന്നത്. പക്ഷേ ക്യാൻ യു റൈറ്റ് ചൈനീസ് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ കുട്ടി പറയുകയാണ്, എനിക്കെന്നെ ബോധ്യമല്ല ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്നുള്ളത്. കാരണം എന്താണ്, എൻ്റെ ചൈനീസ് ഭാഷ കുറേ കാലത്ത് ഉപയോഗിക്കാതെ കിടന്നാണ്. എ യങ് വുമൺ അഗ്രി ടു ഹെൽപ്പ്. അപ്പോൾ ഒരു യുവതി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ സഹായിക്കാം. വി സാറ്റ് ഡൗൺ ഓൺ ബെഞ്ച് ടുഗദർ ആൻഡ് ഷീ റെഡ് ദ ലെറ്റർ ടു മീ അലൗഡ്. ദ ലാംഗ്വേജ് ദാറ്റ് ഐ ഹാഡ് ട്രൈഡ് ടു ഫോർഗെറ്റ് ഫോർ ഇയേഴ്സ് കേം ബാക്ക് ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് വേർഡ്സ് സിംഗിങ് ഇൻ ടു മീ ത്രൂ മൈ സ്കിൻ, ത്രൂ മൈ ബോൺസ് അണ്ടിൽ ദ സ്ക്വീസ്ഡ് ടൈറ്റ് അറൗണ്ട് മൈ ഹാർട്ട്. അങ്ങനെ ആ യുവതി എനിക്ക് വേണ്ടി ആ കത്ത് വായിക്കുകയാണ് അല്ലേ. ഞാൻ കുറേ കാലം മറക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആ ഭാഷ എന്നിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. പിന്നെയോ എൻ്റെ സിരകളിലൂടെ, എൻ്റെ തൊലിയിലൂടെ, എൻ്റെ ബോണിലൂടെ, എൻ്റെ പിന്നെ മാംസത്തിലൂടെ, മജ്ജയിലൂടെയൊക്കെ ആ വാക്കുകളെ എൻ്റെ ഹൃദയത്തിലേക്ക് ഊഴ്ന്നിറങ്ങിയെന്ന് കുട്ടി പറയാം. ആ വാക്കുകൾ ഏതാണ്, അമ്മ മകനെ എഴുതിയ കത്താണ്. അപ്പോൾ അതിലിങ്ങനെ എഴുതുന്നത് സൺ, അമ്മ എഴുതുകയാണ്. എന്താ കത്ത്, ഏതാണ് കത്ത്? ഈ കത്ത് കൊണ്ടാണ് അമ്മ ആ ടൈഗറിനെ ഉണ്ടാക്കിയിരുന്നത്. ആ ടൈഗർ സ്വയം അൺഫോൾഡ് ചെയ്തപ്പോൾ കുട്ടിക്ക് കത്തായി കിട്ടിയതാണ്. ആ കത്ത് കുട്ടിക്ക് വായിച്ചു കൊടുക്കുന്ന ആ യുവതി എന്താണ് പറയുന്നത്, സൺ, we haven't talked in a long time. You are so angry when I try to touch you that I am afraid, and I think maybe this pain I feel all the time now is something serious. ഇപ്പോൾ കുട്ടി പറയുന്നത്, ഐ ഹാവൻറ്റ് ടോക്ക്ഡ് ഇൻ എ ലോങ് ടൈം. നമ്മൾ പരസ്പരം സംസാരിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട് അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നതാണ്, ഞാൻ ഓരോ സമയം നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും നിനക്ക് പേടിയാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണ്, ഞാൻ ചൈനീസാണ് സംസാരിക്കുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി അല്ലേ. അതുകൊണ്ട് എൻ്റെ സംസാരം ഒരു വേദനയാകും നിനക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പലപ്പോഴും സംസാരിക്കാതിരുന്നതാണ്. സോ ഐ ഡിസൈഡ് ടു റൈറ്റ് യു. അതുകൊണ്ട് ഞാൻ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. സംസാരിക്കുന്നില്ല, ഇനി എഴുതുകയാണ്. ഐ ആം ഗോയിങ് ടു റൈറ്റ് ഇൻ ദ പേപ്പർ അനിമൽസ് ഐ മേഡ് ഫോർ യു ദാറ്റ് യു യൂസ്ഡ് ടു ലൈക്ക് സോ മച്ച്. ഞാൻ എഴുതുന്നത് എവിടെയാണെന്നറിയോ, നീ ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ പേപ്പർ അനിമലിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുന്നത്. ദ ആനിമൽസ് വിൽ സ്റ്റോപ്പ് മൂവിങ് വെൻ ഐ സ്റ്റോപ്പ് ബ്രത്തിങ്, ബട്ട് ഇഫ് ഐ റൈറ്റ് യു ടു വിത്ത് ഓൾ മൈ ഹാർട്ട്, I will leave a little of myself behind on this paper in these words. Then if you think of me on Kingming, when the spirits of the departed are allowed to visit their families, you will make the parts of myself I leave behind come alive too. The creatures I made for you will again leap and run and pounce, and maybe you will get to see these words then. എൻ്റെ കുട്ടിയോട് അമ്മ പറയണം, ഞാൻ എപ്പോഴാണ് എൻ്റെ ശ്വാസം അവസാനിപ്പിക്കുന്നത്, അന്ന് ഈ മൃഗങ്ങളും അവരുടെ ചലനങ്ങളെ അവസാനിപ്പിക്കും അല്ലേ. ഈ കത്ത് എഴുതുന്നത് എൻ്റെ മുഴുവൻ ഹൃദയമാണ്. എൻ്റെ മുഴുവൻ ഹൃദയം വെച്ചുകൊണ്ടാണ് ഈ കത്ത് ഞാൻ എനിക്ക് വേണ്ടി എഴുതുന്നത്. ഈ ഓരോ വാക്കുകളും എൻ്റെ ശ്വാസങ്ങളാണ് അല്ലേ. ഇനി നീ എന്നെക്കുറിച്ച് ഓർക്കുന്നുവെങ്കിൽ, കിങ്മിങ് ദിവസത്തിൽ നീ എന്നെക്കുറിച്ച് ഓർക്കുന്നുവെങ്കിൽ, പിന്നെ എന്താണ് ആ ദിവസം, എല്ലാവരും അവരുടെ ശരീരം വിട്ടുപോയ, സ്പിരിറ്റ് വിട്ടുപോയ ദിവസമാണ്, ആത്മാവ് പോയ ദിവസമാണ്. പിന്നെ അപ്പോൾ നിനക്ക് എന്നെ കാണാൻ പറ്റും, നിനക്ക് ജീവനുള്ളതായി കാണാൻ പറ്റും. നീ എന്നെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി ആ ദിവസം, അപ്പോൾ നിനക്ക് എന്നെ ജീവനുള്ളതായിട്ട് കാണാൻ പറ്റും അല്ലേ. ഞാൻ അന്ന് നീ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളും ഓടാനും ചാടാനൊക്കെ തുടങ്ങുന്ന ദിവസം കൂടിയായിരിക്കും അന്ന് എന്ന് അമ്മ ഈ കത്തിലൂടെ കുട്ടി അറിയിക്കണം. ബിക്കോസ് ഐ ഹാവ് ടു റൈറ്റ് വിത്ത് ഓൾ മൈ ഹാർട്ട്. കാരണം ഞാൻ എഴുതുന്നത് വെറുതെ ഒരു തമാശയ്ക്ക് എഴുതിയതല്ല. ഞാൻ എഴുതുന്ന ഈ കത്ത് എൻ്റെ ഹൃദയം കൊണ്ട് എഴുതിയ കത്താണ്. അതുകൊണ്ട് എൻ്റെ ജീവനാണ് ഈ കത്ത് എന്ന് അമ്മ കുട്ടിയോട് കത്തിലൂടെ പറയണം. ഐ നീഡ് ടു റൈറ്റ് യു ഇൻ ചൈനീസ്. എനിക്ക് ചൈനീസിലേ അറിയുള്ളൂ എഴുതാനെന്നുള്ളത് കൊണ്ട് ഈ കത്ത് ഞാൻ ചൈനീസിലാണ് എഴുതുന്നത്. ഓൾ ദിസ് ടൈം ഐ സ്റ്റിൽ ഹാവ് ടോൾഡ് യു ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്നോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താണ്, അത് എൻ്റെ തന്നെ കഥയാണ്.
പക്ഷേ when you are little, I always thought I would tell you the story when you were older so you could understand, but somehow that chance never came up. വളരെ ചെറുപ്പത്തിൽ നീ ഒരു കുട്ടിയായി എൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത്, നീ എൻ്റെ മടിയിൽ ഇരുന്ന സമയത്ത്, നീ എന്നോടൊപ്പം ഉറങ്ങിയ സമയത്തൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കഥയാണത്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറയണ്ട എന്ന് കരുതിയതാണ്. കാര്യം കുറച്ച് വലുതായി കഴിഞ്ഞ് ഞാൻ കഥ പറയുമ്പോൾ എനിക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നീ വലുതാകാൻ വേണ്ടി എൻ്റെ കഥ ഞാൻ മാറ്റിവെച്ചതാണ്. പക്ഷേ പിന്നീട് എനിക്കൊരിക്കലും അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ കാര്യം വഴിത്തിരുവെന്ന് കുട്ടിയോട് അമ്മ പറയണം. I was born in 1517 in Siglu village, Hebri province. Your grandparents were both from very poor peasant families with few relatives. Only a few years after I was born, the great famine struck China, during which 30 million people died. The first memory I have was walking up to see my mother editing dirt so that she could fill her belly and leave the last bit of flour for me. അങ്ങനെ കുട്ടിയോട് അമ്മ കഥ പറയാണ്. തൻ്റെ സ്വന്തം കഥ ഹൃദയത്തിൽ ചാലിച്ചെഴുതിയ കത്തിൽ അമ്മ പറയാണ്. എന്താ പറഞ്ഞത്? ഹെബി പ്രൊവിൻസിലെ സിഗ്ലു വില്ലേജിലാണ് എൻ്റെ ജനനം. 1957. അച്ഛനമ്മമാരായിരുന്നു, പെസൻറ്റ് ഫാമിലി ആയിരുന്നു, കർഷകരായിരുന്നു അവർ. പിന്നെയോ ഞാൻ ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? ഗ്രേറ്റ് ഫെമൈൻ സ്ട്രക്ക് ചൈന. ഒരു വലിയ ഫെമൈൻ, വരൾച്ച, ക്ഷാമം ഈ ചൈനയിലുണ്ടായി. അതിൽ ഏകദേശം 30 മില്യൺ ജനങ്ങൾ ആ വരൾച്ചയിൽ നഷ്ടപ്പെട്ടു, ക്ഷാമത്തിലില്ലാതെയായി, ജീവൻ വെടിഞ്ഞു. പിന്നീട് എൻ്റെ ഓർമ്മ എന്നുള്ളത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. അതായത് ഒന്നും കഴിക്കാനില്ലാതെ വളരെ പോവർട്ടിയിൽ കഴിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഭക്ഷണം ഉണ്ടാക്കി, അമ്മ ചെളി തിന്നിരുന്ന, അതായത് ഏറ്റവും മോശപ്പെട്ട വസ്തുക്കൾ മാത്രം അമ്മ കഴിച്ച് നല്ലത് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരുന്ന അമ്മയാണ് എൻ്റെ ആദ്യ ഓർമ്മയിലുള്ളത് എന്ന് കുട്ടിയുടെ അമ്മ ഈ കഥ പറയാണ്. അങ്ങനെയെല്ലാം അമ്മ അതായത് കുട്ടിയുടെ മുത്തശ്ശി ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു കൊടുത്ത് അങ്ങനെ മുത്തശ്ശിയൊന്നും കഴിക്കാതെ കുട്ടിയെ ഭക്ഷിപ്പിച്ച് ജീവിച്ചിരുന്ന അമ്മയെക്കുറിച്ചാണ് ഈ അമ്മ മകനോട് പറയുന്നത്. Things got better after that. Siglo is famous for its paper craft and my mother taught me how to make. പിന്നീട് കാര്യങ്ങളൊക്കെ കുറച്ച് മാറി പറയാൻ തുടങ്ങി. ഈ ഞങ്ങളെ സിഗ്ലു എന്നുള്ള വില്ലേജ് പേപ്പർ ക്രാഫ്റ്റിൽ വലിയ പ്രശസ്തി നേടി. അങ്ങനെ പേപ്പറിൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന കാര്യം അമ്മക്കറിയാമായിരുന്നു. അത് അമ്മ എന്നെ പഠിപ്പിച്ചു. പേപ്പർ അനിമൽസ് ആൻഡ് ഗീവ് ദം ലൈഫ്. പഠിപ്പിക്കാൻ മാത്രമല്ല, എങ്ങനെ പേപ്പർ കൊണ്ട് അനിമൽ ഉണ്ടാക്കാമെന്നും എങ്ങനെ അവർക്ക് ജീവൻ നൽകാമെന്നും എന്നെ അമ്മ പഠിപ്പിച്ചു. This was practical magic in life of the village. We made paper birds to chase grasshoppers away from the fields and paper tigers to keep away the mice. For Chinese New Year, my friends and I made paper dragons. I will never forget this sight of all those little dragons zooming across the sky overhead, holding up strings of exploding firecrackers to scare away all the bad memories of past years. You would have loved it. അങ്ങനെ പേപ്പർ വസ്തുക്കൾ ഉണ്ടാക്കുകയും അവർക്ക് ജീവൻ നൽകുകയും ചെയ്തു അമ്മ. ഞങ്ങളിന്നുണ്ടാക്കി ആ ഒരു കല ഞാൻ പഠിച്ചു, അമ്മയിൽ നിന്ന് പഠിച്ചു. പിന്നീട് ഞങ്ങൾ പേപ്പർ കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി. എന്തിനായിരുന്നു? ഞങ്ങളുടെ കൃഷികളെ നശിപ്പിച്ചിരുന്ന ഗ്രാസ് ഹോപ്പേഴ്സിനെ ആട്ടി ഓടിക്കാൻ വേണ്ടി പക്ഷികളുടെ രൂപം ഉണ്ടാക്കുകയും ആ പക്ഷികൾക്ക് ജീവൻ നൽകുകയും പിന്നെയോ പേപ്പർ ടൈഗേഴ്സിനെ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനു വേണ്ടിയാണ് പേപ്പർ ടൈഗേഴ്സിനെ ഉണ്ടാക്കിയിരുന്നത്. മൈസ്, അതായത് എലികളൊക്കെ ഓടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫീൽഡിൽ വരുന്ന, കൃഷിയിടത്തിൽ വരുന്ന എലികളെയും അതുപോലെ ഗ്രാസ് ഹോപ്പേഴ്സിനൊക്കെ ഓടിക്കാൻ വേണ്ടി ഈ പേപ്പർ വസ്തുക്കൾ ഉണ്ടാക്കി ജീവൻ നൽകിയ അവ ഉപയോഗിച്ച് ഇവയൊക്കെ ഞങ്ങൾ ഓടിച്ചിരുന്നു. അപ്പോൾ ചൈനീസ് ന്യൂ ഇയർ, അങ്ങനെ ചൈനീസ് ന്യൂ ഇയറിന് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒന്നുണ്ടാക്കും, ഞാനും ഒന്നുണ്ടാക്കും പേപ്പർ ഡ്രാഗൺസ്. ആ കാഴ്ചകളൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവങ്ങനെ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നത്. പിന്നെയോ ആൻഡ് ഹോൾഡിംഗ് അപ്പ് സ്ട്രിങ്സ് ഓഫ് എക്സ്പ്ലോഡിംഗ് ഫയർ ക്രാക്കേഴ്സ് ടു സ്കെയർ അവേ ഓൾ ദ ബാഡ് മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ് ഇയർ. യു വുഡ് ഹാവ് ലവ്ഡ് ഇറ്റ്. അങ്ങനെയൊക്കെയുള്ള എൻ്റെ പഴയകാല ഓർമ്മകളെ തൻ്റെ അമ്മ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഫയർ ക്രാക്കേഴ്സ്, എക്സ്പ്ലോഡിങ്, ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പടക്കമാണ്. അപ്പോൾ ഇതൊക്കെ ഓർമ്മകളായിട്ട് അമ്മയുടെ ഉള്ളിലുണ്ട്. ആ ഓർമ്മകളെ തൻ്റെ കുട്ടിയോട് ലെറ്ററിലൂടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. Then came the Cultural Revolution in 1966. Neighbor turned on neighbor and brother against brother. Someone remembered that my mother's brother, my uncle, had left for Hong Kong back in 1946 and became a merchant there. Having a relative in Hong Kong meant we were spies and enemies of the people, and we had to be struggled against in every way. Your poor grandma,
she could not take the abuse and threw herself down a well. Then some boys with hunting muskets dragged your grandfather away one day too into the woods. Then he never came back. അങ്ങനെ കുട്ടിയോട് മറ്റൊരു ദുരന്തത്തെക്കുറിച്ച് പറയുകയാണ്. പിന്നെ വന്നത് എന്താണ്? Then came back Cultural Revolution 1966. 1966 പിന്നീട് ചൈനയിലുണ്ടാക്കിയ വലിയൊരു മാറ്റം അതെന്തായിരുന്നു? സാംസ്കാരിക റവല്യൂഷൻ നടന്നിരുന്ന കാലമായ 1966. അതായത് ഹോങ്കോങ് ചൈനയിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും ഹോങ്കോങ്ങിൽ ജീവിക്കുന്ന ആളുകൾ ചൈനക്കാർ വലിയ ശത്രുതയോടെ കാണുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്ത സമയമാണ് 1966. ആ സമയത്ത് എന്താ സംഭവിച്ചത്? നൈബർ ടേൺഡ് ഓൺ നൈബർ, അല്ലേ? പരസ്പരം എല്ലാവരും ശത്രുക്കളായി മാറി. അവിടെ അയൽവാസി ശത്രുവായി, ബ്രദർ അഗെയിൻസ്റ്റ് ബ്രദർ, അല്ലേ? അവർക്ക് ആ സഹോദരൻ പോലും നമ്മളെന്തായി ശത്രുക്കളായി മാറിയ ഒരു അവസ്ഥയായിരുന്നു 1966 ഉണ്ടായിരുന്നത്. Someone remembered that my mother's brother. അങ്ങനെ എൻ്റെ അമ്മയുടെ സഹോദരൻ എങ്ങോട്ട് പോയിരുന്നു? ഹോങ്കോങ്ങിലേക്ക് പോയിരുന്നു. ഹോങ്കോങ്ങിൽ പോകുക എന്ന് പറഞ്ഞാൽ ചൈനക്കെതിരെയാണ് ഹോങ്കോങ് നിവാസികൾ എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവുകയും അപ്പോൾ ഹോങ്കോങ്ങിൽ താമസിക്കുന്നവർ ചൈനയെ ഒറ്റുകൊടുക്കാനുള്ള ആളുകളാണെന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. എന്നുള്ളതുകൊണ്ട് എൻ്റെ അങ്കിൾ ഹോങ്കോങ്ങിലായതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിക്ക് വലിയ പ്രശ്നമായി. അയാൾ 1946 തന്നെ അവിടെ പോയ ആളായിരുന്നുവെങ്കിലും അവിടെ കച്ചവടം ചെയ്തിരുന്ന ആളായിരുന്നുവെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെ ഹോങ്കോങ്ങിൽ ആളുണ്ടെങ്കിൽ പിന്നെ ശത്രുവായി മാറി ചൈനയുടെ എന്നുള്ളത്. ഹാവിങ് എ റിലേറ്റീവ് ഇൻ ഹോങ്കോങ് മെൻ വി വെർ സ്പൈസ് ആൻഡ് എനിമീസ് ഓഫ് ദ പീപ്പിൾ. ഹോങ്കോങ്ങിൽ കുടുംബം ഉണ്ടെങ്കിൽ അതിനർത്ഥം ഞങ്ങൾ ഈ ചൈനയുടെ ശത്രുവാണ്, ചൈനയുടെ ചാരന്മാരാണ്, ഹോങ്കോങ്ങിലെ ചാരന്മാരാണ് എന്നുള്ള ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഇവയെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ചൈനയിൽ പിന്നീട്. അങ്ങനെ എന്താ സംഭവിച്ചത്? വി ഹാഡ് സ്ട്രഗിൾഡ് അഗൈൻസ്റ്റ് ഇൻ വെരി വേ. യുവർ പുവർ ഗ്രാൻഡ് മാ, എൻ്റെ ഗ്രാൻഡ് മാ, അതായത് എൻ്റെ അമ്മ, ഷീ കുഡ് നോട്ട് ടേക്ക് ദ അബ്യൂസ് ആൻഡ് ത്രൂ ഹെർസെൽഫ് ഡൗൺ എ വെൽ, അല്ലേ? അവൾക്ക് ഒരിക്കൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നിരന്തരമായ പീഡനങ്ങളാണ്, നിരന്തരമായ വാക്കുകൾ കൊണ്ടും മറ്റു ശകാരങ്ങൾ കൊണ്ടുള്ള പീഡനം സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം എൻ്റെ വല്യമ്മ, അതായത് എൻ്റെ മുത്തശ്ശി, അതായത് എൻ്റെ അമ്മ, ത്രൂ ഹെർസെൽഫ് ഡൗൺ എ വെൽ, അവളൊരു കിണറ്റിൽ ചാടി മരിച്ചു. Then some boys with hunting muskets dragged your grandfather. എൻ്റെ അച്ഛനെ, അതായത് എൻ്റെ മുത്തശ്ശനെ പിന്നെ ആരോ ഒന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ്. മസ്കറ്റേഴ്സ് ആരാണ്? നമ്മളെ ഈ മുഖം മൂടിയൊക്കെ ധരിച്ച തോക്കുധാരികളായിട്ടുള്ള ആളുകൾ. അവർ വലിച്ചു കൊണ്ടുപോകുന്ന ചിത്രം എൻ്റെ മുമ്പിലുണ്ട്. അതായത് എൻ്റെ അച്ഛനെ ഈ കുറേ ആളുകൾ വന്നിട്ട് വലിച്ചു കൊണ്ടുപോകുന്നതാണ്. എങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയത്? വൺ ഡേ ഇൻ ടു ദ വൂഡ്സ്, ആ കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഹി നെവർ കെയിം ബാക്ക്. വലിച്ചു പോയ എൻ്റെ അച്ഛനെ പിന്നെ ഞാൻ ഒരിക്കലും കണ്ടില്ല, അയാൾ ഒരിക്കലും തിരിച്ചു വന്നില്ല എന്ന് പറയണം. അപ്പോൾ വലിച്ചു കൊണ്ട് കൊന്നിട്ടുണ്ടാകുമെന്നാണ് അമ്മയുടെ ഒരു ധാരണ, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ. എൻ്റെ ഓർമ്മകളെ ഈ പേപ്പറിലേക്ക് പകർത്തി വെച്ചുകൊണ്ട് മകനെ അറിയിക്കുന്നു ഈ അമ്മ. ഈ ഒരു കത്ത് തുറന്നു കൊണ്ട് പോവുകയാണ്. പക്ഷേ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്, ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ക്ലാസ്സോടുകൂടി നമുക്ക് സ്റ്റോറി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ യു ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കേൾക്കുക, എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ് ഹിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.